പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. പിരിയാം ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച്. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച്. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ.
ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, എന്നെയോർത്തങ്ങ് നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും.
എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ, പ്രിയമോടെന്നെ ഓർത്തിടണമേ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ.
ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ
ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. അസ്വസ്ഥരാകേണ്ട നിങ്ങൾ വിശ്വാസദീപം തെളിപ്പിൻ. ഒട്ടേറെയുണ്ടെൻ പിതാവിൻ ഗേഹത്തു പൂമന്ദിരങ്ങൾ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. നിങ്ങൾക്കിടം ചെന്നൊരുക്കാൻ പോകുന്നു ഞാനങ്ങു വിണ്ണിൽ. വീണ്ടും വരും ഞാനൊരിക്കൽ നിങ്ങളെ പൂവിണ്ണിലേറ്റാൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. ഞാനാണു നിങ്ങൾക്കു
മാർഗം നേരായ കൈവല്യമാർഗം ഞാനാണു നിങ്ങൾക്കു ജീവൻ ഞാനാണു നിങ്ങൾക്കു സത്യം ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു മറ്റുള്ള മാർഗങ്ങളൊന്നും സ്വർഗത്തു ചെന്നെത്തുകില്ല ഞാനാണു നിങ്ങൾക്കു മാർഗം നേരായ കൈവല്യമാർഗം ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു കാണില്ലൊരൽപ്പം കഴിഞ്ഞാൽ കാണില്ല വീണ്ടെന്നെ ലോകം നിങ്ങളോ കണ്ടിടും നമ്മൾ ജീവിച്ചിരിക്കുന്നുവല്ലോ ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു പെട്ടെന്നനാഥരായി ഭൂവിൽ നിങ്ങളെ ഞാൻ കൈവിടില്ല വീണ്ടും വരുന്നിതാ വീണ്ടും നിങ്ങളെ കാണാൻ വരുന്നു ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു നിത്യമെൻ നിർദ്ദേശമെല്ലാം കൃത്യമായി കാക്കുന്നു മർത്യൻ സമ്മോദമെന്നിൽ വിതയ്ക്കും സംപ്രീതി എന്നിൽ വളർത്തും ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു
നൽകുന്നു ഞാൻ നവ്യശാന്തി, പാരിൽ കുരുക്കാത്ത ശാന്തി നിങ്ങൾക്കു ഞാനേകിടുന്നു. സംഭൂതമെൻ ദിവ്യശാന്തി. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നതോർത്തോർത്തു നിങ്ങൾ കീഴേണ്ട ചെന്നിൻ പിതാവിൽ ചേരുന്നതാണെൻ്റെ മോദം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. എന്നെ പിതാവെന്ന പോലെ സ്നേഹിച്ചു നിങ്ങളെ ഞാനും. നിങ്ങളെൻ സൗഭാഗ്യമേറും സ്നേഹത്തിലെന്നും വസിപ്പിൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നിന്റെ മഹത്വമുദീക്കും നിൽക്കണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന ഋഷിഹാരാജാവിനു സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ രാജ്യം വരണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കത്തിനുള്ളതാകുന്നു.
കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരഫലമായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഭാവികളായ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ അവസര സമയത്തിലും മൃതിയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാനത്തിനാളിൽ ഉൾക്കൊണ്ടോരുയിരിൻ തിരുമയ്യും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗ്യ സ്തോമൻകാലോസ്. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രബലതയും പുകഴ്ചയും അനശ്വരമായ നല്ല മഹത്വവും നിത്യവും ഇടവിടാതെ അർപ്പിപ്പാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവരും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതിയും. അവിടുത്തെ ദാസിയുടെ മരണത്തോടനുബന്ധിച്ച് ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. ആദ്യയിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധമാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ ശിഖാതമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും കിടങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് ഉറച്ചു വന്നു നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോധകളും സ്ഥിരതയുള്ള കിടങ്ങളും സ്വർഗമേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിരുഗ്രമായ ശബ്ദത്തിൽ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും അതിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ച് ചേർന്നു പോയ സർവശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ അവിടുത്തെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിലയുടെ പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ മാതാവിനെ അവിടുത്തെ വലതു ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഇവനും എന്നിലും ഞാൻ അവനെല്ലാം വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായ കൊണ്ട് ചെയ്ത വചനം ഞങ്ങളിലും അവിടുത്തെ മകളിലും നിറവേറ്റണമേ. ഞങ്ങൾ ഞങ്ങളുടെ വരേതനം നിന്റെ വലതു ഭാഗത്ത് നിന്നുകൊണ്ട് അവിടുത്തെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയ സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും ലോകങ്ങളിലും എന്നേക്കും കൈക്കൊള്ളുമാറാകട്ടെ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുടെ നാളുകളകോ ഹല്ലേലൂയ. പൂക്കുന്നിതു വയലിൽ ചെടി പോലെ ശരണാത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞുദാസേ ജീവാസുരമതുണർത്തണമേ. രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിലയേറും പാനം ചെയ്തു മൃതരായോരേ നാശം നീക്കി ജീവിപ്പിച്ച് അണിയണം നിന്നെ നോക്കും അവരിൽ ഗാന്ധി മൃതരെ ജീവിപ്പിപ്പാനെഴുന്നെള്ളും രാജാമുകിലഴഞ്ഞ് ആഘോഷിത ആയേടും ദയവാൻമാർ മുൻകൊമ്പിൽ നാദം കേട്ടിട്ട് അങ്കേടേഞ്ഞെതിരേൽപ്പാര ഓയേടും കരുണ നിറഞ്ഞവനെ പുനരുദ്ധാനത്തിൽ നിന്നുടെ സൃഷ്ടിയെ പുതുതാക്കിയിടണമേ. നിന്നിൽ ശരണത്ത് നിദ്രയിലായി നിന്റെ
വരവിനുകാത്തേടും മൃതരിൽ കഴിയണം ഇവള ബറാകത്തിൻ്റെയും ഇസഹാക്കുടയും യാക്കോബിനുടയും മടിയിൽ പാർക്കണമേ. വന്നവനും വരുവോനും മൃതരന്നുയരും സുതരും ശരീരാത്മാക്കൾ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ പ്രിയ മാതാവിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ശ്രേഷ്ഠമായ ശുശ്രൂഷയ്ക്ക് പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം ഏവരും ഇവിടെ എത്തിയിരിക്കുന്നു. വിരുദ്ധഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപഭവനത്തിൽ പോകുന്നത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ മരണത്തിന് 2 മാനങ്ങൾ കാണാം. വിപത്തി പുസ്തകത്തിൽ തന്നെ മരണത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഈ തരത്തിലുള്ള ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയായിട്ടല്ല, ദൈവബന്ധത്തിൽ നിന്നുള്ള അകൽച്ചയാണ് മരണം. ആ തരത്തിൽ മരണത്തെ കാണുമ്പോൾ പിന്നീട് ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെ മരണമെന്ന വാക്കുകൊണ്ട് നമ്മൾ പറയുന്നു. എങ്കിലും യേശു തമ്പുരാൻ പഠിപ്പിച്ച വാക്ക് നിദ്ര എന്നുള്ളതാണ്. നിദ്ര ഉറക്കമാണ്. ഉറക്കത്തിൽ നിന്ന് ഉണരും. ഈ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ അതുവരെ ഭൂമിയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന സർവ്വ ശരീരങ്ങളും തിരികെ കൊടുക്കുവാൻ ദൈവത്തിന്റെ ശബ്ദം ഭൂമിയോട് ആവശ്യപ്പെടും. ഭൂമി സകല മൃതരെയും തിരികെ കൊടുക്കും. ജീവനോടുള്ള രൂപാന്തരപ്പെടുകയും മരിച്ചവർ പുതു ശരീരം ധരിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് ശരീരം കാണുവാൻ, ഉയർപ്പ് കഴിഞ്ഞ് സ്വർഗാരോഹണം വരെയുള്ള 40 ദിവസക്കാലം ഉയർപ്പിന്റെ ശരീരത്തോട് ഈ ലോകത്ത് വസിച്ച ആ ശരീരം അതേപടി കാണുവാനായിട്ടുള്ള പദവിയിൽ സർവരും അന്ത്യസമയത്തെ ആയിത്തീരും. ആ വലിയ പ്രത്യാശയിൽ നാം ആയിരിക്കുന്നു. വിപ്രിമാതാവിനെ യാത്രയയക്കുന്നു. ഭഗവരമായ ജീവിതത്തിൽ സർവശക്തനായ ജീവിതത്തിലെ കൃപയൊക്കെയും പ്രാപിച്ച് മക്കളെയും കൊച്ചുമക്കളെയും കണ്ട് സന്തോഷിപ്പാനും അവരെ വാത്സല്യത്തോടെ വളർത്തുവാനുമായിട്ടുള്ള ആ വലിയ കൃപ പ്രാപിക്കുകയും വാർദ്ധക്യത്തിൽ അവരുടെ പ്രാർത്ഥനയും ശുശ്രൂഷയും ഒക്കെ സ്വീകരിക്കുകയും ലഭിക്കാനായിട്ടുള്ള പദവി ലഭിച്ചുകൊണ്ട് ഒരുക്കത്തോടെ ദൈവസന്നിധിയിലേക്ക് ചേർന്നിരിക്കുന്ന മാതാവിനെ സർവശക്തനായ ദൈവം സ്വർഗീയ നാമത്തിൽ വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വേർപാടിൽ ദുഃഖിതരായ പ്രിയപ്പെട്ട എല്ലാവരെയും സർവശക്തനായി ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ മരണത്തെയും ഒന്ന് ഓർക്കുവാൻ ഈ സമയം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് മനുഷ്യരികൾ എഴുതി നാം വായിക്കാറുള്ളത് പോലെ ഇന്ന് ഞാൻ നാളെ നീ. ഈ മാതാവ് നമ്മോട് പറയുന്നു, നിങ്ങൾക്കൊക്കെ ഇതുപോലെ ദിവസം ഉണ്ടാകും. ഒരുക്കത്തോടെ ജീവിക്കുക. സർവശക്തനായ ദൈവത്തിന്റെ കൃപ ഏവർക്കും അനുഗ്രഹത്തിനായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ. ഈ മാതാവിനെ മകളെ വിവാഹം ചെയ്തിരിക്കുന്ന ആളിന്റെ സഹോദരിയാണ് എൻ്റെ ഇളയ സഹോദരന്റെ ഭാര്യ. ആ തരത്തിലുള്ള കുടുംബത്തോടുള്ള ബന്ധം, പ്രത്യേകിച്ചും സ്വാമിചായനോടും മുഖമാമയോടുമുള്ള ബന്ധം, അതിന്റെ വെളിച്ചത്തിൽ ഈ ഭവനത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികനാണ് ഞാൻ. സഭയുടെ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ അല്പമായ ഭാഗമാണ് ഇവിടെ ഈ പ്രാർത്ഥനയെ ശുശ്രൂഷയായി നടത്തിയത്. ദൈവമായ കർത്താവ് എല്ലാ കൃപയിലും അനുഗ്രഹത്തിലും ഇവരെയും നിറയ്ക്കട്ടെ. പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കാളിയാകുന്നു. സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും നമ്മെ വഴി നടത്തട്ടെ. നനയും നേരം കരളുരുകും കാലം തളരരുതേ കുഞ്ഞേ പതറരുതേ. കരയാൻ മാത്രമോ ഈ ജന്മം എന്ന് ഇനിയും ചോദിച്ചു തകരരുതേ. മിഴി നനയും നേരം കരളുരുകും കാലം തളരരുതേ കുഞ്ഞേ പതറരുതേ. കരയാൻ മാത്രമോ ഈ ജന്മം
തകരരുതേ. കാണുമോ എൻ്റെ ഹൃത്തടം, നുകരുമോ എൻ്റെ സ്നേഹവും. കാണുമോ എൻ്റെ ഹൃത്തടം, നുകരുമോ എൻ്റെ സ്നേഹവും. ഒരു മുളം തണ്ടാം നിന്നെ ഛേദിച്ചു, ഒരുപാട് മുറിവുകളേകി ഞാൻ. നോവുകൾ ഒടുവിൽ നാദങ്ങളാകാൻ, നീയൊരു പുല്ലാങ്കുഴലാകാൻ. ചേറിലും ചെന്താമരയില്ലേ, രാവുകൾ കൊടുവിൽ പകലില്ലേ. ചേറിലും ചെന്താമരയില്ലേ, രാവുകൾ കൊടുവിൽ പകലില്ലേ. മിഴി നനയും നേരം കരളുരുകും കാലം, തളരരുതേ കുഞ്ഞേ പതറരുതേ. കരയാൻ മാത്രമോ ഈ ജന്മം എന്ന് ഇനിയും ചോദിച്ചു തകരരുതേ. സൂര്യഗോളത്തിൻ പ്രഭയിൽ നിൽക്കുമ്പോൾ കരയുമോ കൈത്തിരിയണയുകിൽ. കാനാൻ ദേശം നിന്നുള്ളിലുള്ളപ്പോൾ മരുഭൂവിൻ യാത്രയിൽ തളരാമോ. അഴിയാതെ വിത്തിൽ കതിരുണ്ടോ, കൊത്താതെ കല്ലിൻ ശില്പവും. അഴിയാതെ വിത്തിൽ കതിരുണ്ടോ, കൊത്താതെ കല്ലിൻ ശില്പവും. മിഴി നനയും നേരം മരിച്ചവരെ തിരുനാമത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവരും വിളിക്കുകയും സങ്കടപ്പെടുന്നവരും നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവിനെ പ്രകീർത്തിക്കും മഹിമയോടന്തിമവിധിനാളെ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവർക്ക് വരം ഭാവി. ആരാധിച്ചു വണങ്ങുന്നു. രക്ഷയും നൽകുന്നു. ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായുസ്സും പാടുന്നവരുടെ പാപങ്ങൾ ആയിക്കിടമേ നിൽക്കുന്നയാലേ. സുതരാണവരെ നോക്കണമേ. അവന്റെ സന്തോഷവരാനന്ദിക്കും. കർത്താവേ, നിൻ ശൂരിതവും ജീവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻസുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ
വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മധുരിൽ ദീപലുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനീനം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാവിൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികനയുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുത്രകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമധുരിയോടെ കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമധുരിയോടെ. ഹൃദയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ, മരണമുറക്കം കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമധുരിയോടെ. അഗാധനെ വിളിക്കുന്ന മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു, കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം മാറ്റിയിരുന്നെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, ഇതിന് ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലൻ കർത്താവിനെ കാത്തിരിക്കുന്നു. കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധനെ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആ സമയത്ത് കർത്താവേ, ആ ശബ്ദമഹനീയമായ ദിവസം നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും തീരുമാനമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോട് കൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ അനുശകരമായ ദൈവമേ, അഭേദ്യമാനിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ഈ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയമുള്ളവരിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടെ ആകുന്നതിനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചില്ലാത്തതുമായി നിത്യാനന്ദത്തിലേക്ക് ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുള്ള സന്തോഷവും നിന്നെ പാടിപ്പുകൊടുത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി നീ വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഒഴിവ് ഇടവക അംഗം എന്ന നിലയിലും ഈ കുടുംബത്തിൻ്റെ മാതൃ എന്ന നിലയിലും വർഷങ്ങളായി ഒരു കിടാവിളക്കായി പ്രസവിച്ചിരുന്ന ഈ അമ്മച്ചിയെ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാക്കാം. സഭയുടെ നാമത്തിൽ സമ്മേളിച്ചിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഒന്നുചേർന്ന് ഈ ഔദ്യോഗികമായ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഈ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിനെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചെയ്യുന്നു, അകന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. അവനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതലേക്കും ആമേൻ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവനെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക്. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവരും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പൊഴുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാവുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം പോലെ കടന്നു പോകുന്നു. മനുഷ്യനോട് ക്ഷേമം കൊള്ളുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അറിയില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതലേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാവുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാഴിടുവാൻ ദാസിക്കു വരവിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയമധികമടയ്ക്കുന്നു. ഭക്തിരു ശരണം നീയല്ലോ. ന്യൂനം വ്യക്തം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിയാകുന്നു. വിലപിക്കരുടെ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാൾ
ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനാ, അന്തിമ ദിവസം ഉയർപ്പേറും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നേരും. മർത്യനമർത്യത പുലരുന്നു, ക്ഷയമുള്ളോര ക്ഷയനാകും. മർത്യതയേവം സകലേശം നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രകാശം സിസിയാൽ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേ. മഹിമയുടന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിറുത്തണമേ. നല്ലവരത്തുബലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പകരത്തെ എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ടായിരുന്നുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ബഹുമാനപ്പെട്ട വൈദികരെ, വെലിക്കെട്ടൽ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരന്മാരെ, ഇടവക ജനങ്ങളെ, വേലിക്കെട്ടൽ കുടുംബത്തിന്റെ വിളക്കായി എന്നും വിശ്വാസത്തിന്റെ ദീപം കത്തിക്കുകയും പ്രോജ്വലിപ്പിക്കുകയും അത് തന്റെ കുടുംബത്തിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും ആ വിശ്വാസത്തിന്റെ ദീപം കൈമാറി ഇന്ന് നമ്മളിൽ നിന്നും പിതാവിന്റെ സ്വരം ശ്രവിച്ച് ആ വിളിക്കനുസരിച്ച് സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിൽ പുറപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഏവർക്കും ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ ഉചിതമായ ഒരു യാത്രയപ്പ് നൽകി ക്രൈസ്തവ വിശ്വാസം ഒരു പുതു ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ് മരണം
ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഉചിതമായ ഒരു യാത്രയപ്പ് ഈ അമ്മച്ചിക്ക് നൽകിക്കൊണ്ട് ഈ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഒന്നുചേർന്ന് മക്കളോട് ഇടവകാംഗങ്ങളുടെയും ഇവിടെ കൂടിയിരിക്കുന്ന ഇവരുടെയും നാമത്തിലുള്ള അനുശോചനം അറിയിച്ചുകൊണ്ടും പ്രാർത്ഥന നേർന്നുകൊണ്ടും നമുക്ക് ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ ഇവർക്ക് ആശ്വാസം പകരുവാനും ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ച് കൂടുതലായി ചിന്തിക്കുവാനും മരണം ഒരു നേട്ടമാണെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരുവാനും ഈ മരണാനന്തര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. പുന്നത്തറയിലുള്ള ചാരാത്ത് എന്ന പ്രശസ്തമായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഉഴവൂര് വേലിക്കട്ടയിൽ ഇട്ടിക്കുഞ്ഞിന്റെ ഭാര്യയായി കടന്നു വന്ന അവസരത്തിൽ കുടുംബത്തിന്റെ മാഹാത്മ്യവും ചാരാത്ത് കുടുംബത്തിന്റെയും വേലിക്കട്ടൽ കുടുംബത്തിന്റെയും രണ്ട് കുടുംബത്തിന്റെ മാഹാത്മ്യവും പ്രൗഢിയും അത് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കാണിക്കുവാനും പ്രകടിപ്പിക്കുവാനും അത് തന്റെ പ്രവർത്തന ശൈലിയിലും സംസാര ശൈലിയിലും അത് തിളങ്ങി നിൽക്കുവാനും ഒത്തിരിയേറെ ജീവിതത്തിൽ പരിശ്രമിക്കുകയും ആ ഒരു നല്ല സംസ്കാരം കുഞ്ഞുങ്ങളിലേക്കും കുടുംബത്തിലേക്കും പകർന്നു കൊടുക്കുവാൻ സർവേശ്വരൻ നൽകിയ എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളിലും കഴിവിനനുസരിച്ച് പരിശ്രമിക്കുകയും ചെയ്ത ഒരു നല്ല അമ്മച്ചിയുടെ മരണത്തിലാണ് നമ്മൾ പങ്കെടുക്കുക. ഈ അമ്മച്ചിയെ യാത്രയയക്കുമ്പോൾ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെയും മിനുമിനുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയും ഒക്കെ ജീവിത അനുഭവങ്ങളെ ഏറ്റുവാങ്ങി ആ അനുഭവത്തിൽ നിന്നും ഒരിക്കലും തളരാതെ പതറാതെ നിലനിൽക്കുവാനായിട്ട് സാധിച്ച ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഈ എലിയമ്മച്ചെടുത്തി എന്ന് നമ്മുടെ അമ്മച്ചി എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. 86 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഏറെ മനസ്സിലാകുന്നതിനേക്കാൾ അതൊക്കെ അധികമായിട്ട് ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രാരാബ്ധങ്ങൾ ഏറ്റുവാങ്ങി താൻ ജനിച്ചു വളർന്ന കുടുംബത്തിൽ നിന്നും കിട്ടിയ നല്ല പൈതൃകവും വിശ്വാസ പാരമ്പര്യവും വിവാഹത്തിലൂടെ കടന്നു വന്ന ഈ കുടുംബത്തിൽ തന്റെ കുടുംബജീവിതത്തിലെ ജീവിത പങ്കാളിയോട് ചേർന്ന് മക്കളുടെ എല്ലാ പരിശീലനത്തിലും വളർച്ചയിലും ആ ഒരു വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും നല്ല പൈതൃകം കാണിച്ചു കൊടുക്കുവാനും കൈമാറി കൊടുക്കുവാനും സാധിച്ചതിന്റെ ഒരു സാഫല്യത്തിലാണ് ഇന്ന് ഈ അമ്മച്ചി ഈ കുടുംബത്തിൽ നിന്നും യാത്രയാവുക. ബേബിച്ചേട്ടനെ സംബന്ധിച്ചും പെണ്ണമ്മ ലിസി, ലൗസി, ജോസ് എന്നിവരെ സംബന്ധിച്ചും ഒരിക്കലും മറക്കാനാവാത്ത ഒരു നല്ല ഓർമ്മകളാണ് ഈ അമ്മച്ചി അവരുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്തിരിക്കുക. നമുക്ക് ഏവർക്കും അറിയാം, ഒരമ്മ എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഭാവമാണ്. കരുതലിന്റെയും അതോടൊപ്പം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ഇല്ലായ്മകളുടെയും അനുഭവം നാം പറയുന്നതിന് മുമ്പ് തന്നെ ഒപ്പിയെടുക്കുവാൻ കഴിവുള്ള ഒരു മാതൃത്വത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് അമ്മയുടെ ആ നേർസാക്ഷ്യം എന്ന് നമുക്ക് ഏറ്റുപറയുവാനായിട്ട് കഴിയും. ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് എന്നും ഒരു തീരാ നഷ്ടമാണെങ്കിലും ക്രൈസ്തവ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ പിൻബലത്തിൽ ചിന്തിക്കുമ്പോൾ ഈ കുടുംബത്തിൽ നിന്നും മരണത്തിലൂടെ വേർപിരിയാതിരിക്കുവാൻ സാധിക്കുകയില്ല എന്ന പ്രകൃതി നിയമത്തിന് വിധേയയായി ഈ മരണം ഒരു മതിലല്ല മറിച്ച് ഒരു വാതിലാണ് എന്നുള്ള വിശ്വാസത്തിലേക്ക് ഈ അമ്മച്ചിയുടെ മരണം നമ്മെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. കാരണം ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല ക്രൈസ്തവന്റെ ജീവിതം. അതൊരു നിത്യ ജീവിതത്തിലേക്കുള്ള കവാടമാണ് മരണമെന്ന യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ഈ അമ്മച്ചി നമുക്ക് ഏറെ സന്തോഷത്തോടുകൂടി വളരെയേറെ സമാധാനത്തോടുകൂടി നമുക്ക് യാത്രയാക്കാം. മക്കളുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകിയ നല്ല മൂല്യങ്ങളും പ്രാർത്ഥനയുടെയും നല്ല പാരമ്പര്യത്തിന്റെയും ഒക്കെ നല്ല പൈതൃകങ്ങളും അത് അവരുടേതായ ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ കൈമുതലായി സൂക്ഷിച്ചുകൊണ്ട് അത് പ്രോജ്വലിപ്പിക്കുവാൻ സാധിക്കുമ്പോഴാണ്, അത് മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കുവാൻ, അവരുടെ മക്കൾക്ക് കൈമാറി കൊടുക്കുവാൻ സാധിക്കുമ്പോഴാണ് ഈ അമ്മച്ചിയോടുള്ള ഏറെ
കടമയും അതോടുള്ള അമ്മച്ചിയുടെ സ്നേഹവും ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്നതായിട്ട്, പ്രായോഗികമായിട്ട് സ്നേഹത്തിൽ ജീവിക്കുന്നതായിട്ട് മക്കൾക്ക് ഏറ്റുപറയുവാൻ കഴിയുക. പ്രിയമുള്ളവരെ, നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ അമ്മച്ചി കാണിച്ചു കൊടുത്ത നല്ല മാതൃകകൾ അവരുടെ കുടുംബ ജീവിതത്തെ ഏറ്റവും പ്രബലപ്പെടുത്തുവാനും ഓരോ ഇടവകയിലും ഒരു നല്ല കുടുംബങ്ങളായിട്ട് രൂപീകൃതമാകുവാനുള്ള എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അത് ഈ അമ്മച്ചി കാണിച്ചു കൊടുത്ത ഒരു വലിയ മാതൃകയായിട്ട് വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അമ്മച്ചിയുടെ ജീവിതത്തിലെ മാനുഷികമായ ബലഹീനതകളാൽ വന്നുപോയിട്ടുള്ള എല്ലാ കുറവുകളും വീഴ്ചകളും ദൈവസന്നിധിയിൽ അവിടുത്തെ തിരുരക്തത്താൽ കഴുകി വെടിപ്പാക്കി സ്വർഗീയ രാജ്യത്തിൽ മാലാഖമാരോടൊന്നിച്ച് നിത്യാനന്ദം അനുഭവിക്കുവാൻ ഈ അമ്മച്ചിയെ ഭാഗ്യമായിട്ട് അവിടുന്ന് കരുതണമേ, അവിടുന്ന് അനുവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്ന് വരുന്ന മൃതസംസ്കാര ശുശ്രൂഷയുടെ പ്രാർത്ഥനയില് ഭക്തിപൂർവ്വം നമുക്ക് പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം കുടുംബാംഗങ്ങൾക്ക് നേർന്നുകൊണ്ട് ഈ ആത്മാവിന് നിത്യശാന്തി നമുക്ക് നൽകുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും നാമത്തോടും ഭക്തിയോടും കൂടെ വന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ മൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്താനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ എന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗജാലത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യയുടെ പാപങ്ങൾ വായിച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ ഭർത്താവയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ ഭർത്താവയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവേപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ ഭർത്താവയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു, കരയരുദേവം കരുണയുടന്തികമാർന്നകിലേശ.
മറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിടുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും, യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ.
പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ. അവരിത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥാ, നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. വിശ്വനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറകളും മൃതരുടൻ എഴുന്നേൽക്കും. അവന്റെ നാമമെന്നും ധന്യമാകുന്നു. മൃതിയെ മുറപോൽ നാഥനയക്കുന്നു. ദുഷ്ടനു വിളയിൽ ശിഷ്ടനു ഒരുപോലെ. അവൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവരവസാനം. വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാൻ നൽകണം ഉദ്ധാനം. നീതിമാന്മാരുടെ രാജ്ഞിൽ പ്രകാശമതിച്ചു. മേഘത്തേൽ നാഥനെഴുന്നള്ളും. മൃതരുടെ വിളിയും ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശം ഉദിച്ചു. കനകപ്രഭയിൽ കബറിട ഒളിച്ചിന്നും. അതിലുള്ളവരോ നാഥന് പുകഴ്പാടും. ചെറിയവരും വലിയവരും പ്രിയരേ നിങ്ങൾ
ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതങ്ങളിൽ ഓർത്തോർത്തിയും നൈരാശ്യോടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം, നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാർത്തായങ്ങൾ തിങ്ങിമുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. കർത്താവേ, നിന്റെ ദാസിയുടെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. ആശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാലും മുദ്രിതവും പരിശുദ്ധ കുർബാനയാലും പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സോപ്പാ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന ചെയ്ത ശരീരത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടെ അവസാന ദിവസം തന്റെ വലതുഭാഗം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശീലത്തിന്റെ ദൈവത്തിന്റെ ആശ്രയങ്ങൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മണിതനെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നുവെന്ന് ഓർത്തുകൊള്ളുക. കുന്തിരിക്കവിടാനുള്ളവരെ അന്ത്യപ്രാർത്ഥിക്കാം. അതോടൊപ്പം പുസ്തകം മുത്തുവാനായിട്ടുള്ളവര് മുത്തുണ്ടായ സമയമാണ് ഈ പ്രാർത്ഥനയുടെ സമയം. അത് ചെയ്യുവാനെല്ലാം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവർക്ക് വലം ഭാഗേ ആകാശവും ഭൂമിയിൽ കേടാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവരഭയനി
നൽകണമേ മൃതരായുസ്സും ജീവൻ നൽകി യുടെ നാട്ടിൽ ചേർക്കണം. ഞങ്ങളുടെ ശരീരങ്ങൾ നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. സംഗീതം നിന്നെ വിളിക്കട്ടെ മകളമറിയമണിഞ്ഞൊരുവൻ മഹിമാതുലിയോടെ നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുദ്ധാനം വരുമല്ലോ മരണമുറക്കം ഞാൻ തേടി വിളിക്കുന്നു. രാമപകലിൽ ഞാൻ വിളിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എന്റെ ദൈവത്തെ അവർ പ്രഹസിക്കുന്നു. ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ സ്തുതി പ്രാർത്ഥിക്കാനുള്ള സമാധാനം.
പരിപാലിക്കണമേ. ഉദ്ധാരപ്രദേശം നല്ല മഹിമയോട് ഉയർത്തുകയായി പിതാവും സർവ്വമായ സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ മഹനീയമായ നിത്യജീവനം നൽകിയ സ്വർഗരാജ്യമാകുന്ന ദാസിയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മോദീശത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സ്വീകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപാദരത്തിൽ നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാര്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അനുവാദമില്ലിനി ഈ മണ്ണിൽ തുടരാൻ അധികാരമുള്ള നാഥനെന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. അനുവാദമില്ലിനി ഈ മണ്ണിൽ തുടരാൻ അധികാരമുള്ള നാഥനെന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാൻ.